ശ്രീ ഡി സുരേഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇവരൊക്കെ വസ്തുതകളുമായി ബന്ധപ്പെട്ട് CPIM-ഉം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സംശുദ്ധമാണ്. അതിനെതിരെയുള്ള ഓരോ കഥകളിലും വരുത്തുന്നത് തിരക്കഥാ സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യങ്ങളുള്ള നിരവധി കാര്യങ്ങളാണ്. വസ്തുത അടക്കം ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമപ്രവർത്തകർ ആകെ വിമർശിക്കുന്നത് അവർ CPIM സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഇതിൻ്റെ വസ്തു ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ് അവർ ആശങ്കപ്പെടുന്നത്. ബാക്കി ഒരു ഘട്ടത്തിലും നിങ്ങളോ നിങ്ങളുടെ നേതാക്കളോ ഒരു തെറ്റ് ചെയ്തതായിട്ട് ഇവരാരും പറയുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്കെതിരെ ഉള്ളതെല്ലാം വളരെ ആസൂത്രിതമായി സൃഷ്ടിച്ചതാണെന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെ ശ്രീ ചക്രപാണിയും ശ്രീ ജയചന്ദ്രനും ശ്രീ M ജയചന്ദ്രനും ചൂണ്ടിക്കാണിച്ചത് 22 കോടി അത് നിസ്സാരമാണോ എന്നാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കണ്ട, പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം കണ്ട എല്ലാവർക്കും അറിയാം ഈ ആരോപിക്കപ്പെടുന്ന തുക തന്നെ വളരെ കുറവാണ് സാമാന്യഗതിയിൽ, സാധാരണ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്ര ചെറിയൊരു തുക അത് രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ അർത്ഥത്തിലേക്കാണ് പോകുന്നത്, അതിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ, അതിൽ പിണറായി വിജയൻ്റെ മകൾ എന്നത് സ്ട്രെസ് ചെയ്യുന്നത് എല്ലാം CPIM-നെ ആക്രമിക്കാനാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണത് പറഞ്ഞത്. അതിനെപ്പോലും 22 കോടി നിസ്സാരമാക്കി പിണറായി വിജയൻ പറഞ്ഞു എന്ന അർത്ഥത്തിലേക്ക് പ്രചരണം നടത്തുകയാണ് ഡി സുരേഷ് കുമാർ. അല്ല, ഞാനിതിന് ഒരു പ്രധാനപ്പെട്ട മറുപടി നേരത്തെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ വിമർശിക്കുന്നതിന് വേണ്ടി ഈ കേസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട് വീണ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ, കേരളത്തിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള CPM നേതാവിൻ്റെ മകളാണ് എന്നുള്ള നിലയിൽ വീണയ്ക്കെതിരായി വരുന്നൊരു കേസ്, ആ കേസിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വീണയ്ക്കെതിരായി വരുന്ന കേസിൽ CPM എങ്ങനെ അഭിപ്രായം പറയും എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പോൾ വീണയുടെ ഹസ്ബൻഡായിട്ടുള്ള CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ബേപ്പൂർ MLA-യുമായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദുർബലമായിട്ടുള്ള ന്യായവാദങ്ങൾ പറഞ്ഞ് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഭാര്യ ഭർത്താവും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ ഇതിനകത്ത്, സുഹൃത്തുക്കളെ ഇതിനകത്ത് ചുറ്റിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ ചില ആളുകൾക്ക് CPM-യുമായി ബന്ധമുണ്ട്. അവിടെ CPM അഭിപ്രായം പറഞ്ഞാൽ ഉടൻ തന്നെ കേരളത്തിലെ ഒരു പറ്റം വരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി CPM അനാവശ്യ തിടുക്കം കാണിക്കുന്നു എന്ന രൂപത്തിൽ വിചിത്രവാദഗതിയുമായി മുന്നോട്ട് വരികയാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞത്. സംസാരിച്ചാലും സംസാരിക്കാതിരുന്നാലും അത് CPM-ൻ്റെ ദൗർബല്യമായി മാധ്യമങ്ങളിലൂടെ ചർച്ചയ്ക്കെടുക്കുന്നൊരു സമീപനമായി കഴിഞ്ഞ കുറച്ച് കാലമായി വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നൊരു ഉപാധിയായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾ ED-യോട് പറയാനുള്ളത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു, ആവർത്തിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം സഖാവ് മുഹമ്മദ് റിയാസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു CPM-ൻ്റെ നേതാവിനെയോ വേട്ടയാടിയാൽ നിങ്ങൾക്കതിൽ നിന്നൊരു സുവേന്ദു അധികാരിയെയോ ഛഗൻ ഭുജ്ബലിനെയോ അതുപോലെ തന്നെ അശോക് ചവാനെ പോലുള്ളൊരു നേതാവിനെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ എന്താണ്, ഉമ്മറത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്തിയപ്പോൾ തന്നെ അടുക്കള മതിൽ കയറി ചാടി BJP-യുടെ പാർട്ടി ഓഫീസിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന നേതാക്കന്മാരെയാണ് നിങ്ങൾ കണ്ടത്. ഇന്ത്യയിൽ അങ്ങനെ ഏകദേശം 50-ലധികം നേതാക്കന്മാർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 99% കോൺഗ്രസിൽ നിന്നും. അതെ, 50-ലധികം ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിൽ നിന്ന നേതാക്കന്മാർ അങ്ങനെ ചാടിപ്പോയി BJP-യിൽ അഭയം പ്രാപിച്ച് അവർ BJP-യുടെ നേതാക്കന്മാർ മാറിയതോടുകൂടി അവരുടെ കേസുകൾ ഇല്ലാതായി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ED-യുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച്, ED-യുടെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് വസ്തുതാപരമായ വിലയിരുത്തലിന് വിധേയമാക്കേണ്ടത്. ഈ കേസുകൾ എന്നേക്കുമായി ഇല്ലാതായി എന്ന് മാത്രമല്ല, അവർ കോൺഗ്രസിനകത്ത് വഹിച്ചിരുന്ന പദവിയേക്കാളേറെ വലിയ പദവികളിലേക്ക് അവർ അവരോധിക്കപ്പെട്ടു എന്ന വിരോധാഭാസം കൂടെ ഇന്ത്യയുടെ ജനാധിപത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അവിടെ CPM വ്യത്യസ്തമാവുകയാണ്. CPM-ൻ്റെ ഒരു നേതാവിനെയും, ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നയാളായിക്കൊള്ളട്ടെ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നയാളായിക്കൊള്ളട്ടെ, ഒരു നേതാവിനെയും നിങ്ങൾ എത്രമാത്രം വേട്ടയാടിയാലും ശരി, നിങ്ങളുടെ പടിവാതിൽക്കൽ മുട്ടിലിഴയാൻ, BJP-യുടെ പടിവാതിൽക്കൽ മുട്ടിലിഴയാൻ ഈ നേതാക്കന്മാരെ കിട്ടില്ല എന്നുള്ളതാണ് CPM-ൻ്റെ ക്രെഡിബിലിറ്റി എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ നമ്മുടെ ചില നേതാക്കന്മാരെ ഇല്ലാത്ത കുറ്റം ചുമത്തി വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ വല്ലാത്ത നിലയിൽ മാനസികമായും ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരാരും തന്നെ
ഈ ഒരു കോൺഗ്രസിൻ്റെ വഴിയെ ചിന്തിക്കാനോ കോൺഗ്രസിൻ്റെ വഴിയെ സഞ്ചരിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഇവിടെയാണ് കേരളത്തിലെ ഏതാനും ചില കോൺഗ്രസ് നേതാക്കന്മാർ, അത് UDFൻ്റെ നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇതാ കിട്ടിപ്പോയി എന്ന നിലയിൽ ആർത്തലച്ച് കൈയടിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, CMRലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവർ ചെയ്തിട്ടുള്ള ജോലിയുടെ വിഹിതം, അല്ലെങ്കിൽ ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അങ്ങനെയുള്ളൊരു സംഗതിയാണ് ഇതിനിവിടെ സംഭവിച്ചു പോയിട്ടുള്ളത്. മറ്റപ്പുറത്ത് എന്താണ്, ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ പണ ഇടപാടുകൾ നിലനിൽക്കുകയാണ്. അവിടെ ഇഡിക്ക് മിണ്ടാട്ടമില്ല. അപ്പോൾ എവിടെ എന്താണ് ഡീൽ, ആരൊക്കെ തമ്മിലാണ് രാഷ്ട്രീയമായിട്ടുള്ള അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ വരുമ്പോൾ ഇതൊരു മഹാ അപരാധവും CPMനെതിരെ വരുമ്പോൾ അത് ആഹാ കൊള്ളാമെന്ന കയ്യടിയും, ഈ അധികകാലം ഈ ഒരു തന്ത്രം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെങ്കിലും വിലപ്പോകില്ല എന്നുള്ളത് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ BJPയുടെ നേതാക്കന്മാരോട് പറയാനുള്ളത്, അവർ അടിക്കടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് കേരളത്തിൽ നടത്തുന്നത്. തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടേണ്ടതായി വരും. കാരണം ഈ കേസ് കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് EDയുടെ ടോട്ടൽ കേസിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.5% ആണ്, പോലുമില്ല, അത്ര പോലുമില്ല. കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് അത്രമാത്രം. ഈ കേസ് ഒരു കാരണവശാലും സുരേഷ് കുമാർ, ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യശസ്സോടുകൂടി നിൽക്കുന്ന സംവിധാനങ്ങളെ തകർക്കുക, ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുക, പിന്നീട് തിരിഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതിനോട് യോജിക്കുന്നതിനോടൊപ്പം തന്നെ അത് മാധ്യമങ്ങളും അതാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഇതുവരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കൂ, ഈ പിണറായി വിജയന്റെ മാത്രം കാര്യങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ കള്ളക്കഥകളും ഇതുപോലെ കെട്ടിപ്പൊക്കും, വിവാദം ഉണ്ടാക്കും, അതിനുശേഷം കുറേ ഗീർവാണക്കാർ ചർച്ചയ്ക്കെത്തും, അതിനുശേഷം എവിടെയും ഇതിൻ്റെ സത്യം തിരിച്ചറിഞ്ഞാൽ എവിടെയും പൈസയുടെ വാർത്ത കൊടുക്കാതെ. തീർച്ചയായും അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പം നോക്കൂ, കേരളത്തിൽ തന്നെ ഒരു MLA ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി. കോടതി ആ പേപ്പേഴ്സ് ചുരുട്ടി എറിഞ്ഞ് അദ്ദേഹത്തിന് കൂടുതൽ സമയം നിന്നാൽ പിഴ ചുമത്തും എന്ന് പറഞ്ഞ് മാറ്റിപ്പിഴ നടന്ന പോലെ ഒരാളിനെ പറഞ്ഞു വിട്ടു. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അതിനെ അർഹിച്ച ഗൗരവത്തിൽ വാർത്തയാക്കിയിട്ടില്ല. ഇപ്പോൾ CMRൽ തന്നെ അവരുടെ ചില ന്യായവാദങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി, അവർക്ക് അനുകൂലമായിട്ടുള്ള ചില വിധി പ്രസ്താവങ്ങളുണ്ടായി. അതൊന്നും തന്നെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുവാനോ ഹെഡ്ലൈൻ ആക്കുവാനോ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും രൂപത്തിലുള്ള കള്ളവാർത്തകൾ, ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഇന്നലെ തന്നെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു, മുഹമ്മദ് റിയാസിനെ ഫോൺ വഴി ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ ഒരു വിരോധാഭാസം, അങ്ങനെ ഫോൺ വഴി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരാൾക്ക് സമൻസ് സെർവ് ചെയ്യാതെ, ആ രേഖാമൂലം അറിയിപ്പ് കൊടുക്കാതെ, അത്രയും ഉത്തരവാദിത്തപ്പെട്ടത് ഇരിക്കുന്നില്ല, ആരായിക്കോട്ടെ, ഒരു ഇന്ത്യൻ സിറ്റിസൺ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കഴിയും? ഈ രൂപത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പരസ്യവും കൊടുക്കും, ഇങ്ങനെ ഫോൺ വഴിയുള്ള ഡിജിറ്റൽ അറസ്റ്റ് തെറ്റാണ്, കള്ള പ്രചാരവേല, കള്ളവാദഗതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ പ്രചരിപ്പിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യശോഭയോടുകൂടി നിൽക്കുന്ന നേതാക്കന്മാരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് താൽക്കാലികമായി തിരിച്ചടിയേറ്റിട്ടുണ്ട്. പക്ഷേ CPMൻ്റെ യശസ്സിനോ അതിൻ്റെ പൈതൃകത്തിനോ അതിൻ്റെ ചരിത്രത്തിനോ അതിൻ്റെ മാഹാത്മ്യത്തിനോ യാതൊരുവിധ കോട്ടവും തട്ടിക്കാൻ ഒരാൾ വിചാരിച്ചാലും കഴിയുകയില്ല. ഇപ്പോൾ ചെയ്യുന്നത് പാർട്ടി ലീഡർഷിപ്പിനെ ആകെ തന്നെ അപമാനിച്ച് ഈ പാർട്ടി ആകെ തന്നെ മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതാനും ചില മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് അന്ധമായ പിണറായി വിരോധം, അതിലുപരി അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, മാർക്സിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച ചില ആളുകൾ നിരന്തരമായി മറ്റെന്തെല്ലാം വിഷയങ്ങൾ കേരളത്തിലുണ്ടായാലും മറ്റെന്തെല്ലാം വിഷയങ്ങൾ ഇന്ത്യയിലുണ്ടായാലും അത് പിണറായിക്കെതിരായും CPMനെതിരായും ഏതെങ്കിലും രൂപത്തിലുള്ള തലക്കെട്ടുകൾ കിട്ടുമെങ്കിൽ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് അന്തിചർച്ചകൾ സംഘടിപ്പിച്ച് സ്വയം ആത്മനിർവൃതി അടയുന്ന ആളുകളായി ചില ആളുകൾ മാറിയിട്ടുണ്ട്. അവരുടെ ഏടിൽ മറ്റൊരു കാര്യം കൂടെ എന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായും ഈ കേസ് കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാം, ചർച്ചകളിൽ ലൈവായി നിലനിർത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് 0.5% കൺവിക്ഷൻ റേറ്റിലേക്കാണ് ഈ കേസും വരാൻ പോകുന്നത്. ഒരു കാരണവശാലും ഈ കേസ് മെറിറ്റോടുകൂടി കോടതിക്ക് എടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രയും ദുർബലമായ വാദഗതികളായിരിക്കും വരുന്നത്. കാരണം നാളിതുവരെയായി ഈ കേസുമായി ബന്ധപ്പെട്ടൊരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ED അനുഭവിക്കാൻ പോകുന്ന പോരായ്മ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ, പിന്നെ എടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് അത് പ്രസ്താവന വഴി, ഔദ്യോഗിക പത്രപ്രസ്താവന വഴി മാധ്യമങ്ങൾക്ക് കൊടുത്ത് വാർത്തയാക്കി നിങ്ങൾക്ക് തൽക്കാലം പരിലസിക്കാം. അതിനപ്പുറത്ത് നിങ്ങൾ ആത്യന്തികമായി നിരാശപ്പെടേണ്ടതായി വരും എന്നുള്ളതാണ് ഈ കേസിൻ്റെ മെറിറ്റ്. എന്നാണ് മുൻ മുഖ്യമന്ത്രി P. വിജയൻ്റെ മകൾ എന്നൊക്കെ ഒരു വിചിത്രമാണ്. ഒരു വ്യക്തിയുടെ കാര്യം, ആ വ്യക്തി ചെയ്തൊരു കുറ്റവുമായി ബന്ധപ്പെട്ടത്
മുൻ മുഖ്യമന്ത്രി പി വിജയൻ്റെ മകൾ എന്ന രീതിയിലേക്ക് പോലും കൊടുക്കാൻ ഇ ഡി കാണിക്കുന്ന ഉത്സാഹം ആലോചിക്കണം. ഒരു പേപ്പറുമായി ഇവിടെ കെട്ടുകണക്കിന് കള്ളപ്പണം പാർട്ടി ഓഫീസുകളിൽ എത്തിപ്പോയി എന്ന് BJPയുടെ ഓഫീസ് സെക്രട്ടറിമാർ പറഞ്ഞത് അടക്കമുള്ള നിരവധി കള്ളപ്പണ കേസുണ്ട് BJPയുമായി. ഒരു പേപ്പറുമായി ഇവർ ഓടിച്ചെന്നിട്ടില്ല. അവരാണ് ഞാനത് സൂചിപ്പിച്ചു. കൊടകര കേസിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഒറ്റ കാര്യം മാത്രം, ഇന്ത്യ മഹാരാജ്യത്ത് BJP അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ എന്താണ്? ഇന്ത്യയിൽ നിന്നും കട്ടുകൊണ്ടുപോയിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന ഹവാല പണം തിരികെ കൊണ്ടുവരും. അത് ഓരോ മനുഷ്യരുടെയും അക്കൗണ്ടിലേക്ക്, ഓരോ ആളുകളുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം വെച്ച് തരും എന്ന് പറഞ്ഞൊരു വാഗ്ദാനം പ്രകടന പത്രികയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ ആളുകളാണ്. ആ ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് പിന്നീട് ഈ ഹവാല പണത്തെ സംബന്ധിച്ച്, ലൂട്ട് ചെയ്തുകൊണ്ട് പോയ ആളുകളെ സംബന്ധിച്ച്, ആ പണം എവിടെ ഉണ്ടെന്നതിനെ സംബന്ധിച്ച് ഇത്തരം അന്വേഷണ ഏജൻസികൾ ഏറ്റവും പരമപ്രാധാന്യം നൽകി അന്വേഷിക്കേണ്ടുന്നൊരു കാര്യമല്ലേ? അത് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, വ്യക്തിവിരോധം, കേവലം വ്യക്തിവിരോധം, രാഷ്ട്രീയ വിരോധം, രാഷ്ട്രീയ പാർട്ടികളെ, പ്രതിപക്ഷ പാർട്ടികളെ, അതിൻ്റെ നേതാക്കന്മാരെ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയെ ഉപാധിയാക്കി ഉപയോഗിക്കപ്പെടുന്നു എന്ന ഏറ്റവും വിരോധാഭാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെതിരായി, അവർക്കെതിരായി വരുമ്പോൾ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു. അല്ലാത്ത പക്ഷം CPMനെതിരെ വരുമ്പോൾ ആഹാ കൊള്ളാമെന്ന നിലപാട് സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒട്ടേറെ നേതാക്കന്മാർ, സുവേന്ദു അധികാരി, ഛഗൻ ഭുജ്ബൽ, അതുപോലെ തന്നെ നവീൻ ജിൻഡാൽ ഉൾപ്പെടെയുള്ള വ്യാവസായികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇന്നിപ്പോൾ BJP പാളയത്തിലേക്ക് 50-ലധികം വരുന്ന ദേശീയ നേതാക്കന്മാർ BJP പാളയത്തിലേക്ക് പോയതിന് പിന്നിൽ EDയുടെ കറുത്ത കരങ്ങളുണ്ട്. ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഞങ്ങളിൽ നിന്നും ഒരാളെപ്പോലും ആ രൂപത്തിൽ അടർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ തീർച്ചയായും ആത്യന്തികമായി നിരാശപ്പെടേണ്ടതായി വരും എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് ചില തട്ടഹാസങ്ങൾ നടത്താൻ വേണ്ടി പറ്റും. അത് വെറും ഇവിടെ അനശ്വരമായി നിലനിൽക്കില്ല, വെറും നശ്വരമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, തീർച്ചയായും.